നമുക്ക് പ്രൈമറി ഡാറ്റയാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് സെക്കൻഡറി ഡാറ്റയാണ് നോക്കാനായിട്ടുള്ളത്. ഓർമ്മയുണ്ടോ പ്രൈമറി ഡാറ്റ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്നുള്ളത്? ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈമറി ഡാറ്റാസ് നമ്മൾ പറഞ്ഞു. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമറിലി അവരിൽ നിന്ന് തന്നെ നേരിട്ടിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ. യെസ്, ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സുകളിൽ നിന്ന് നമ്മൾ രണ്ടാമത് കളക്ട് ചെയ്യുമ്പോഴാണ് അത് സെക്കൻഡറി ഡാറ്റ ആയിട്ട് മാറുന്നത്. ഓൾറെഡി കളക്ട് ചെയ്ത പ്രൈമറി ഡാറ്റേനെ എഗെയിൻ കളക്ട് ചെയ്യുക, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുമ്പോഴാണ് അത് സെക്കൻഡറി ഡാറ്റ ആയിട്ട് മാറുന്നത്. ഈ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഗൂഗിൾ സെർച്ചുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ സെക്കൻഡറി ഡാറ്റാസ് ആണ്. ചില റിപ്പോർട്ടുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ സെക്കൻഡറി ഡാറ്റയിൽ വരുന്നുണ്ട്. ഈ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ സെക്കൻഡറി ഡാറ്റകൾ കിട്ടുക? അതിന് രണ്ട് സോഴ്സാണ് ഉള്ളത്, ഇന്റേണൽ സോഴ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സും. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റുകൾ, ആനുവൽ റിപ്പോർട്ടുകൾ, സെയിൽസ് റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ചില പേപ്പറുകൾ, ഇൻവോയ്സുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് കളക്ട് ചെയ്യുന്ന സോഴ്സ്. ആ സോഴ്സുകളാണ് ഇന്റേണൽ സോഴ്സസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് എക്സ്റ്റേണൽ ആണെങ്കിൽ എങ്ങനെയാണ്? ഇത്ര എക്സ്ക്ലൂസീവ് അല്ലാണ്ട്, അല്ലെങ്കിൽ ഇത്ര ലൈക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുവൽ റിപ്പോർട്ടും അവിടുത്തെ ഡോക്യുമെൻറ്റ്സും അവിടുത്തെ സെയിൽസ് റിപ്പോർട്ടും അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുള്ള റിസർച്ച് പേപ്പറുകളും, റിസർച്ച് പേപ്പർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ മറ്റുള്ള സെയിൽസ് റെക്കോർഡുകൾ, ഇൻവോയ്സുകൾ, അതൊക്കെ അതിൻ്റെ ഇൻറ്റേർണൽ സോഴ്സസ് ആണ്. എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാഗസിനുകളുള്ള അല്ലെങ്കിൽ മാഗസിനുകളിലുള്ള എന്തെങ്കിലും ജേർണലുകൾ, പുറത്തുനിന്നുള്ള ന്യൂസ് പേപ്പേഴ്സ്, പബ്ലിക് സ്പീച്ചിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ്, ഏതെങ്കിലും അല്ല, സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള, ഗവൺമെൻറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, എന്തെങ്കിലും റിപ്പോർട്ടുകൾ, ഇങ്ങനത്തെ ഇൻഫോർമേഷൻ, എനി പബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ്, അതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ സോഴ്സസും ഇന്റേണൽ സോഴ്സസും തമ്മിലൊരു ഡിഫറൻസ് മനസ്സിലായോ എന്താണെന്നുള്ളത്? ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ അവരതിനെവിടെയും പബ്ലിക് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അവരുടെ കയ്യിലുള്ള എക്സാക്ട് സാധനമാണ് എന്ത് ചെയ്യുന്നത്, ത്രൂ നമ്മൾ ഇന്റേണലി നമ്മൾ കളക്ട് ചെയ്യുന്നത്. പക്ഷെ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പറഞ്ഞ ആൾക്കാരനായിട്ടൊന്നും നമുക്ക് നേരിട്ട് കണക്ഷൻ വേണമെന്നില്ല. അവരത് ഓൾറെഡി എന്തിലെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്തിട്ട് അവരുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പബ്ലിഷ് ചെയ്ത സാധനത്തിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുമ്പോഴാണ് അത് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഇപ്പോ നമുക്ക് വേണ്ടത് പ്രൈമറി ഡാറ്റയാണോ, നമുക്ക് വേണ്ടത് സെക്കൻഡറി ഡാറ്റയാണോ നമുക്കൊരു റിസർച്ചിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ടുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. അപ്പം അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ റിസർച്ചിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ റിസർച്ചിൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻസ് നമുക്ക് വേണ്ടത് പ്രൈമറി ഡാറ്റയാണോ നമുക്ക് വേണ്ടത് സെക്കൻഡറി ഡാറ്റയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്കുള്ള ഫിനാൻഷ്യൽ റിസോഴ്സുകളെ ഡിപ്പെൻസ് അത് നമുക്ക് പ്രൈമറി ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യണോ അതോ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്താൽ മതിയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അവൈലബിലിറ്റി ഓഫ് ടൈം, നമ്മുടെ സമയത്തിനെ കൺസേൺ നമുക്ക് പ്രൈമറി ഓർ സെക്കൻഡറി എന്ന് തീരുമാനിക്കാം. ഇപ്പോൾ ഈ പ്രൈമറി സെക്കൻഡറി എന്ന് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ടൈമിനെ വെച്ച് പറയുകയാണെങ്കിൽ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ടൈം കൺസേൺസ് ഉണ്ട്, അതൊക്കെയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് സെക്കൻഡറി ഡാറ്റ ആയിരിക്കും അവൈലബിൾ ആവുന്നുണ്ടാവുക. ബിക്കോസ് നമുക്ക് ആ സാധനം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച ഒരു സാധനത്തിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റിൽ നമ്മളങ്ങ് എടുക്കുകയാണ്. സോ സെക്കൻഡറി ഡാറ്റ ചില കേസുകളിൽ കുറച്ച് ടൈം നമുക്ക് കൂടുതൽ ലാഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരും. ഡിഗ്രി ഓഫ് ആക്യുറസി ഡിസയേർഡ്, നമ്മൾ എത്രത്തോളം നമ്മളുടെ ഡാറ്റ ആക്യുറേറ്റ് ആയിട്ട് വെക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് ഡിപ്പെൻസ് പ്രൈമറി ഡാറ്റയാണോ സെക്കൻഡറി ഡാറ്റയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് ഡിപ്പെൻസ് നമ്മളുടെ ഡാറ്റയാണ്. ചില ഡാറ്റകൾ സെക്കൻഡറി ഡാറ്റ ആയിരിക്കും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത്, മോർ ദാൻ പ്രൈമറി ഡാറ്റ. പക്ഷേ ചില ഡാറ്റകൾ പ്രൈമറി ഡാറ്റ ആയിരിക്കും കൂടുതലും കൂടെ ആക്യുറസി ഉള്ളത്. സോ ഡിപ്പെൻസ് ഓൺ ഡാറ്റ ആൻഡ് അവർ റിസർച്ച് പ്രോബ്ലം
ഇപ്പം നമുക്ക് ആക്യുറസി കൂടുതൽ ഡിസൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് നല്ലതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രൈമറി വേണോ സെക്കൻഡറി വേണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സ്റ്റാറ്റസ് ഓഫ് റിസർച്ചർ. നമ്മളൊരു നമ്മളൊരു ഇൻഡിവിജ്വൽ ആണോ, ഒരു ഗ്രൂപ്പാണോ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ഈ റിസർച്ച് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രൊജക്റ്റ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ഡിപ്പെൻസും നമുക്ക് പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാം. നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, സിംഗിളായിട്ട് നിന്നിട്ടാണ് ഒരു റിസർച്ച് ചെയ്യുന്നതെങ്കിൽ സംടൈംസ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കളക്ട് ദ ഡാറ്റാസ് ഫ്രം സം ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ. അതൊക്കെ കുറച്ചും കൂടെ എന്താണ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റകളാണ്. അപ്പോൾ ഞാനൊരു റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഓടിപ്പോയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടൊന്നും എടുത്തിട്ട് പരിശോധിക്കാനായിട്ട് പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് ആ സാധനം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എനിക്ക് ആ സെക്കൻഡറി ഡാറ്റ കിട്ടും എന്നുള്ളതാണ്. സോ സ്റ്റാറ്റസ് ഓഫ് ദ റിസർച്ചറിനെയും വെച്ചിട്ട് നമുക്ക് പ്രൈമറി വേണോ സെക്കൻഡറി വേണോ എന്നുള്ളത് നോക്കാം എന്നുള്ളതാണ്. സോ ഇതാണ് സെക്കൻഡറി ഡാറ്റയെ പറ്റിയിട്ടുള്ളൂ. മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രൈമറി ഡാറ്റയാണ്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തതാണ്. സോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഡൗട്ട്സ് ഉണ്ടോ ഈ സെക്കൻഡറി ഡാറ്റ പറഞ്ഞതിൽ? ഓക്കെ. ഇനി നമുക്ക് പൈലറ്റ് സ്റ്റഡീസും പ്രീ ടെസ്റ്റുകളുമാണ്. അത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു ഡാറ്റ കളക്ഷനിൽ. പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മളുടെ ഒരു മേജർ പ്രൊജക്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു ട്രയലൊക്കെ പോലെ ചെയ്യുന്നതിനെയാണ് പ്രീ ടെസ്റ്റ്, പൈലറ്റ് സ്റ്റഡി എന്നുള്ള ടേംസൊക്കെ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്ലാൻ എ മേജർ സ്റ്റഡി ഓർ പ്രൊജക്ട് വിത്തൗട്ട് അഡക്വേറ്റ് നോളജ് ഓഫ് ഇറ്റ്സ് സബ്ജക്ട് മാറ്റർ. The population it is to cover their level of knowledge and understanding and the like. നമ്മൾ ഒരു പ്രൊജക്റ്റ് എന്താ പറയുക, ഒരു മേജർ സ്റ്റഡിയുടെ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ സബ്ജക്റ്റിൽ കൃത്യമായിട്ടൊരു നോളജ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെ പോപ്പുലേഷനാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളൊരു നോളജ് നമുക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ള അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളതിനെ പറ്റിയിട്ടുള്ള അറിവ് നമുക്കില്ലെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു പ്ലാൻ എ മേജർ സ്റ്റഡി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അല്ലേ. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് പിന്നെ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഇഷ്യൂ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്, കൺസെപ്റ്റുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ സാധനത്തിനെ പ്രവർത്തിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു റിസർച്ച് നമ്മൾ ചെയ്യുമ്പോൾ, ഒരു ടെസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ കൊണ്ടിട്ട് പ്രവർത്തിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മെത്തേഡിലാണ് ഞാൻ ഈ സാധനം പുറത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. എത്രത്തോളം ചിലവ് വരും ഞാൻ ഈ കാര്യം ചെയ്തു തീരാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ വക എല്ലാ കാര്യങ്ങളെയും പറ്റി നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ ആ റിസർച്ചിനെ പറ്റിയിട്ട് വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഒരു ക്ലിയർ കട്ട് പിക്ചർ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിനെയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമ്മളൊരു മെയിൻ സ്റ്റഡി നടത്തുന്ന സമയത്ത് അതിനെ പറ്റിയിട്ടൊരു അഡ്വക്കേറ്റ് നോളജ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏത് പോപ്പുലേഷനെയാണ് നല്ലപോലെ കവർ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി നമ്മൾ തുടങ്ങുമ്പോൾ ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റഡി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്തോരം പൈസ ഇതിന് ചിലവാകും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പോയിന്റ് ഔട്ട് ചെയ്യുന്നതിനെയാണ് പൈലറ്റ് സ്റ്റഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ സിംപിളി പറഞ്ഞാൽ? ഓക്കെ, എന്തിനാണ് ഈ പൈലറ്റ് സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്? നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പ്രോബ്ലത്തിന്റെ മുകളിൽ ഒരു ബെറ്റർ നോളജ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പഠിക്കുന്നതിനോടൊപ്പം ആ ഒരു ടോപ്പിക്കിന് നമ്മൾ തറവായിട്ട് ചിന്തിക്കും, എന്തൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ തറവായിട്ട് ചിന്തിക്കും. അതുപോലെ തന്നെ ആ സ്റ്റഡീനോട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് ഓപ്പറേഷണലൈസേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷണലൈസേഷൻ ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാവും, അല്ലെങ്കിൽ നമുക്കത് പറ്റും. എന്താണ്, ഒരു സ്റ്റഡി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റഡീനോട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റീനെ, ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പറയണത്. ഇതിന് എക്സാക്ട് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ഇതൊക്കെ ഒന്ന് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു ലൈക്ക് എന്താ പറയുക,
ഒരു പേഴ്സണാലിറ്റീനെ പറ്റി ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിനോട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കൺസെപ്റ്റുകളൊക്കെ നമ്മൾ മറ്റ് ഓരോരുത്തരിൽ കാണുമ്പോൾ അത് അതിനെപ്പറ്റി നമ്മൾ നന്നായിട്ട് പഠിക്കും. അത് ഒന്നാമത്തെ ബെനിഫിറ്റ്. ഈ ബെറ്റർ നോളജ് അബൌട്ട് ദ പ്രോബ്ലം, പേഴ്സണാലിറ്റീനെ പറ്റി നമ്മൾ തറവായിട്ട് പഠിക്കുന്നു. അങ്ങനെ തറവായി പഠിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവുക, വേറൊരാളിലെ അങ്ങനത്തെ ഈ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഒക്കെ കാണുമ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ന പേഴ്സണാലിറ്റിക്കാർക്ക് ഇന്ന സ്വഭാവമാണെന്ന് അറിയുമ്പോൾ നമുക്ക് അവരെ അതിനനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഐഡൻറ്റിഫിക്കേഷനും ഓപ്പറേഷനലൈസേഷനും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഒരു സ്റ്റഡീനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഓക്കെ, എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മളുടെ സ്റ്റഡിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ, അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് എന്ന് നമുക്ക് ഡിസ്കവർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ്, നമ്മളെ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാവാം എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇത് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഷോസ് ദ നാച്ചർ ഓഫ് ദ പോപ്പുലേഷൻ ടു ബി സർവേഡ് ആൻഡ് ദ വേരിയബിലിറ്റി വിത്തിൻ ഇറ്റ്. നമ്മളുടെ പോപ്പുലേഷൻ ആരെയാണോ നമ്മൾ എടുക്കേണ്ടത്, ആ ഒരു പോപ്പുലേഷൻ്റെ നാച്ചുറിനെ പറ്റി നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ വാരിയബിലിറ്റീസ് ആണ് ആ പോപ്പുലേഷൻ, എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ പോപ്പുലേഷനിൽ പറ്റി. ഒന്നുമില്ല, സിംപിളി നമ്മൾ ഏത് പോപ്പുലേഷൻ ടു ബി സർവേഡ് ഓർ എക്സാമിൻഡ്, നമ്മൾ ഏത് പോപ്പുലേഷനെയാണോ എക്സാമിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ നന്നായിട്ട് പഠിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കും. ഡാറ്റ കളക്ഷന് ഏത് ടൂളാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ പൈലറ്റ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കും. ബിക്കോസ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ആരിലാണ് ഇത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, എത്ര മണിയാണ് നമുക്കിതിന് ചിലവ് വരുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡിയിൽ പഠിക്കുന്നത്. സോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ, ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏത് ടൂളാണ് ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ്, അല്ലെങ്കിൽ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കും, റിസർച്ച് ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ റിസർച്ചിൻ്റെ കോസ്റ്റ് എത്രത്തോളം വരും, അല്ലെങ്കിൽ ഡ്യൂറേഷൻ എത്ര കാലം എനിക്ക് റിസർച്ച് ചെയ്യേണ്ടി വരും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു പൈലറ്റ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? അടുത്തത് പ്രീ ടെസ്റ്റ് ആണ് കേട്ടോ. പൈലറ്റ് സ്റ്റഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഇനി പ്രീ ടെസ്റ്റ് ആണ്. പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് എ ട്രയൽ ടെസ്റ്റ് അല്ലേ. നമ്മളൊരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ട്രയൽ ടെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഡാറ്റ കളക്ഷൻ മെത്തേഡുകളൊന്നും ചെയ്യുക. ഇൻ്റർവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഒരു ട്രയൽ നോക്കുക. ഇപ്പം ക്വസ്റ്റിനെയേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും മെഷർമെൻറ്റ് സ്കെയിലുകളാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പ്രയർ ടെസ്റ്റ് നോക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് പ്രീ ടെസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ടെസ്റ്റ് ആൻഡ് മെഷർമെൻറ്റിലെ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഐറ്റം റൈറ്റിംഗ്, ഐറ്റം അനാലിസിസിങ്, പൈലറ്റ് സ്റ്റഡി, അങ്ങനെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഓക്കെ, അതില് എന്തുണ്ടാവും, അതിൽ ഈ സാധനം നിങ്ങൾ പ്രീ ടെസ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യത്തിന് മുൻകൂർ നമ്മൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് നോക്കുന്നതിനെയാണ് പ്രീ ടെസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ പ്രീ ടെസ്റ്റ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, എന്ത് കാര്യത്തിനാണ് നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, നമ്മൾ റിസർച്ചിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റിനെയർ ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സാധനം നമ്മളുടെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവിനായിട്ട് കണക്റ്റ് ആവുന്നില്ലേ എന്ന് വെച്ചാൽ എൻ്റെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടംപററി സോഷ്യൽ അറ്റൻഷൻ ആവശ്യമുള്ള ഒരു ഇഷ്യൂവിൻ്റെ മുകളിൽ ആൾക്കാരുടെ അഭിപ്രായം അറിയലാണ് എൻ്റെ റിസർച്ച്, അല്ലെങ്കിൽ ആൾക്കാരുടെ മനോഭാവം എന്താണ് എന്നുള്ളതാണ് എൻ്റെ റിസർച്ച് എന്ന് വിചാരിക്കുക. ഞാൻ അതിന് സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റിനെയേഴ്സ് അല്ലെങ്കിൽ ഞാൻ അതിന് സെറ്റ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്
അത് തന്നെയല്ലേ മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനത് ചോദിച്ചു വരുമ്പോഴത്തേനും, ഞാൻ സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിച്ചു വരുമ്പോഴത്തേനും വേറൊരു ടോപ്പിക്കിനായിട്ട് അത് കണക്റ്റായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അതിൻ്റെ റിസൾട്ട് വേറൊരു രീതിയിലായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തന്നെയല്ലേ തരുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രീ ടെസ്റ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് റെലവൻ്റ് ആണോ അഡ്വക്കേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനുകളിൽ ക്ലിയർ ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവാൻ പാകത്തിനാണോ നമ്മൾ ഈ സാധനം പറയുന്നത്, അയാളുടെ ഏജ് ലെവലിനൊക്കെ വെച്ചിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു കണ്ടംപററി ഇഷ്യൂവിൻ്റെ മുകളിൽ മറ്റുള്ളവരുടെ മനോഭാവമാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 13-14 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് അത് ചോദിച്ചിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. കാരണം അവരതിനെപ്പറ്റി അവെയർ ആയിട്ടുണ്ടായിരിക്കില്ല. അത് ഒരു ഏർലി അഡൽട്ട്ഹുഡ് അല്ലെങ്കിൽ ഇപ്പം അഡോളസെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞ ഉടനെ തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് അതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടാവുള്ളൂ. ഒരു 10 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സോ അത് കാര്യമില്ല. അത് വേറൊരു ഭാഗം. ഞാൻ പോയിന്റിൽ നിന്ന് തെന്നിമാറി പോയി എന്ന് തോന്നുന്നു. അത് വേറൊരു ഭാഗം. അതിനോടൊപ്പം തന്നെ ഈ ഏർലി അഡൽട്ട്ഹുഡിനോടൊക്കെ ഞാനിത് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഞാൻ ആ സാധനം ചോദിക്കുന്നത്. വേറൊരു ഏജ് ഗ്രൂപ്പിന് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഇപ്പോഴത്തെ വേർഡ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിക്കുന്നത് തന്നെയാണ്. അതൊരു ആൽഫ ജനറേഷനോടോ അങ്ങേ തല ആൽഫ അല്ല, കുറച്ച് മുന്നേ ഉള്ള ജനറേഷനോട് വൈ അല്ലേ, അങ്ങനെയല്ലേ പറയാ, വൈ ജനറേഷൻ അല്ലേ, 90s ഒക്കെ. എനി ഐഡിയ? ഓക്കെ, ഇനി ഇതൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? റേഞ്ചിന്റെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഹലോ. വൈ ജനറേഷൻ, എനിക്ക് തോന്നുന്നു വൈ ജനറേഷനാണ് 90s പറയാന്ന്. അപ്പം ഈ വൈ ജനറേഷനുള്ള ആൾക്കാരോട് പോയിട്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ലാംഗ്വേജിലുള്ള സാധനം തന്നെയല്ലേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ പ്രീ ടെസ്റ്റ് ഹെൽപ്ഫുള്ളാണ്. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. പിന്നെ നമ്മൾ ഹൈപ്പോത്തസിസ് ആണ്. അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് പോയൊരു പോർഷനാണ് കേട്ടോ. ടൈപ്പ് 1 എറർ, 2 എറർ ഒക്കെ നമ്മൾ കവർ ചെയ്ത് പോയതാണ്. ഇനി നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് മെത്തഡോളജിയിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല, വേറെ ഒന്നും ഇല്ല. ഇനി റിസർച്ച് മെത്തഡോളജിൻ്റെ സിലബസ് മൊത്തത്തിലൊന്ന് നോക്കായിരുന്നോ, എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. അതിലേതെങ്കിലും പോർഷൻസ് കൂടുതലായിട്ട് ഇനി കവർ ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്ത് തന്നത്. ഇനി നമുക്ക് സമയക്കുറവുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ ലൈക്ക് മറ്റുള്ള പേപ്പറുകൾ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞോളൂ, നിത പറഞ്ഞോളൂ.